അപ്പോൾ ടിക്കറ്റൊക്കെ എടുത്ത് അതൊരു ബാൻഡാക്കിയിട്ട് നമ്മുടെ കയ്യിൽ അണിയിച്ച് തന്നിട്ടുണ്ട്. എന്നിട്ട് ഒരു സെക്യൂരിറ്റി ചെക്കപ്പിന് ശേഷമാണ് കേട്ടോ നമ്മൾ ലിവ വില്ലേജിലേക്ക് പ്രവേശിക്കുന്നത്. ലിവ ഇൻ്റർനാഷണൽ ഫെസ്റ്റിവൽ 2025ൻ്റെ ഭാഗമായിട്ടാണ് ലിവ വില്ലേജ് എന്ന് പറഞ്ഞ ഈ ഒരു പ്രോഗ്രാം നടക്കുന്നത്. നമ്മൾ ഇതിനകത്തേക്ക് പ്രവേശിച്ചാൽ തന്നെ ലിവ 2025ൽ എന്തൊക്കെ പ്രോഗ്രാമുകൾ എവിടെയാണ് നടക്കുന്നതെന്ന് കാണിക്കുന്ന ഒരു മാപ്പ് ഉണ്ട്. ഒരുപാട് അഡ്വഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും ഗെയിം കളിച്ച് സമ്മാനം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും വേണ്ടിയിട്ട് ലിവ വില്ലേജിനകത്ത് ഒരുപാട് അവസരങ്ങൾ അവർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഫാമിലികളെയും കുട്ടികളെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരുപാട് തത്തമ്മകളെയും പിന്നെ മുയൽ, ആമ, കരിങ്കുരങ്ങ്, കാട്ടുപൂച്ച എന്നിവയെ കാണിക്കുന്ന ഒരു പെറ്റിംഗ് സൂവും അവരവിടെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. കണ്ടോ, ഇതിനകത്തൊക്കെ ഓരോരോ ജീവികളുണ്ട് കേട്ടോ. നമ്മുടെ കയ്യിലൊന്നും അവരെടുത്ത് തരില്ലെങ്കിലും നമുക്ക് ദൂരെ നിന്ന് കാണാൻ പറ്റും. ക്രാഫ്റ്റ് ആൻഡ് ആർട്സ് ഇഷ്ടപ്പെടുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടായിരുന്നു ഈ ഒരു വർക്ക്ഷോപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. നമ്മുടെ കുട്ടികൾക്ക് പെയിൻറ്റിങ്സും കരകൗശല പരിപാടികളൊക്കെ ഇഷ്ടമാണെങ്കിൽ ഈ ഒരു ഏരിയ അവർ എന്തായാലും എക്സ്പ്ലോർ ചെയ്യേണ്ടതാണ്. ഇവിടേക്ക് വരണമെങ്കിൽ ഒരു ഏജ് ലിമിറ്റ് ഉണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഉണ്ണിക്കുട്ടന് ഇത് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കണ്ടോ, ഇതൊക്കെ ആ കുട്ടികൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ഇതിന് പുറത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ചെറിയ കുട്ടികളെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടി ഒരുപാട് റൈഡുകൾ ഉണ്ടായിരുന്നു. പിന്നെ സ്വയം പേടിക്കണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള ഒരു ഹൊറർ എസ്കേപ്പ് റൂമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇതിനൊക്കെ ഏജ് ലിമിറ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങളിത് പുറത്ത് നിന്ന് ഇങ്ങനെ നോക്കി കാണാനേ പറ്റിയിട്ടുണ്ടായിരുന്നു. ഉണ്ണിക്കുട്ടനെ കൊണ്ട് ഇതിൻ്റെ ഉള്ളിലേക്കൊന്നും പോകാൻ പറ്റിയിട്ടില്ല. നൈറ്റ് ആകുമ്പോൾ അടിപൊളി DJ പാർട്ടികളും ഒരുപാട് അറേബ്യൻ പരിപാടികളൊക്കെ നടക്കുന്ന സ്റ്റേജാണ് കേട്ടോ. നമുക്കിങ്ങനെ ചാരി ആ കസേരയിൽ ഇരുന്നിട്ട് പ്രോഗ്രാംസൊക്കെ കണ്ട് ആസ്വദിക്കാം. കുറച്ചൊന്ന് മുന്നോട്ട് പോയപ്പോൾ ഈ ഒരു ടോയ്സിൻ്റെ ഏരിയ എത്തിയപ്പോൾ ഉണ്ണിക്കുട്ടൻ ഒന്ന് ചാരി നിൽപ്പായിരുന്നു കേട്ടോ ഇവിടെ. അവൻ പിന്നെ ഇങ്ങനെ ടോയ്സ് നോക്കി നിൽപ്പായിരുന്നു. ആ നിൽപ്പ് കണ്ടപ്പോൾ തന്നെ പലർക്കും മനസ്സ് അലിഞ്ഞു എന്ന് പറയില്ലേ, അങ്ങനെ സമ്മാനം കിട്ടാൻ വേണ്ടിയിട്ട് എല്ലാവരും ഈ ഗെയിം കളിക്കാൻ തീരുമാനിച്ചു. നല്ല പ്രാർത്ഥനയോട് കൂടിയിട്ടായിരുന്നു കേട്ടോ ഗെയിം കളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങളുടെ പ്രാർത്ഥന ദൈവം ഒന്നും കേട്ടില്ല. ഞങ്ങൾക്കൊന്നും തന്നെ ഇവിടെ വന്നത് കിട്ടിയില്ല. മറ്റൊരു സ്റ്റാളിൽ വെച്ചിട്ട് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ സമ്മാനം എന്താണെന്ന് ഞാൻ പിന്നെ ഒരു വീഡിയോയിൽ കാണിച്ചു തരാം. നൈറ്റ് ആകുമ്പോൾ ലിവ വില്ലേജ് കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ. നല്ല ഭംഗിയാണ്. ലൈറ്റൊക്കെ ഇട്ടിട്ട് എല്ലാ റൈഡ്സും ഫുൾ ഓൺ പവറിലായിരിക്കും. ലിവ വില്ലേജിനകത്തെ ഈ ഒരു മനോഹരമായ രാത്രി കാലത്തെ ഈ കാഴ്ചകൾക്ക് ശേഷം ഞങ്ങൾ നേരെ പോയത് ക്ലാസിക് കാറുകളുടെ എക്സിബിഷൻ കാണാനായിരുന്നു. അതിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ എന്തായാലും കാണണേ. കാർ എക്സിബിഷൻ്റെ ശേഷം പുറത്തേക്ക് ഇറങ്ങി ഞങ്ങൾ നേരെ പോയത് ഇങ്ങനെ മാലബൾബൊക്കെ ഇട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ള ഹോളിവുഡ് സർക്കസ് എന്ന് പറഞ്ഞ ഒരു ഏരിയയിലേക്കായിരുന്നു. പക്ഷേ അവിടെ ഷോ തുടങ്ങാൻ 8 മണിയാവും. അപ്പോൾ അവിടെ കയറാണ്ട് വീണ്ടും ലിവ വില്ലേജിൻ്റെ അകത്തേക്ക് തന്നെ ഞങ്ങൾ തിരിച്ചു വന്നു. കണ്ടോ, അപ്പോൾ ഇവിടെ ഭയങ്കരമായിട്ടുള്ള അഡ്വഞ്ചറസ് ആക്ടിവിറ്റികൾ നടക്കുമായിരുന്നു കേട്ടോ. ഹോട്ട് എയർ ബലൂണൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഞങ്ങളതൊന്നും എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ലിവയുടെ കാഴ്ചകൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.